ഹായ് കൂട്ടുകാരെ, എല്ലാ ചെറിയവരും വലിയവരുമായ കൂട്ടുകാർക്കും നമ്മുടെ മലയാളം സ്റ്റോറീസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്തെ മാലിന്യ കൂമ്പാരവും അതിൽപ്പെട്ട് ഒരാൾ മരിച്ചുപോയ വാർത്തയുമൊക്കെ കൂട്ടുകാരെല്ലാം കേട്ടിരിക്കുമല്ലോ. എങ്ങനെയാണ് മാലിന്യങ്ങൾ നമ്മുടെ നാട് ഏറ്റെടുക്കുന്നത്, ഇത്തരം ചർച്ചകൾ ഏത് രൂപത്തിലാണ് ബാധിക്കുന്നത് എന്നതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കഥയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. പണ്ട് കാലത്ത് ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു പെട്ടിക്കടയുണ്ടായിരുന്നു. പെട്ടിക്കട എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്കെല്ലാം അറിയാമല്ലോ, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണും. ആ കടയിൽ ചായ, മുറുക്കാൻ, സിഗരറ്റ്, അതുപോലെയുള്ള കുട്ടികൾക്ക് വേണ്ട മുട്ടായികൾ, ചിലപ്പോൾ ഒരു വാഴക്കൊലയൊക്കെ തൂക്കി വെച്ചാൽ അതിനാണ് പെട്ടിക്കട എന്ന് പറയുന്നത്. ഈ പെട്ടിക്കടക്കാരൻ്റെ കടയിൽ ആളുകൾ വരും. വന്ന് ചിലർ വെറ്റില വാങ്ങി മുറുക്കും, അതുപോലെ ചിലർ സിഗരറ്റ് വാങ്ങി വലിക്കും, ചിലർ പഴം വാങ്ങി തിന്നു. പഴുത്ത വാഴപ്പഴം കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലോ അല്ലേ. ഇങ്ങനെ ഈ പഴം വാങ്ങി തിന്ന് അതിൻ്റെ തോല് ആളുകൾ വഴിയിലേക്ക് വലിച്ചെറിയും. വഴിയിലേക്ക് വലിച്ചെറിയുമ്പോൾ ചിലർ ഈ പഴത്തൊലിയിലൂടെ നടക്കുമ്പോൾ വഴുതി വീണ് കാലിൻ്റെ എല്ലൊടിയും. അങ്ങനെ പലർക്കും പരിക്കേറ്റും. പരിക്കേറ്റപ്പോൾ ഗ്രാമീണർ ഇതേക്കുറിച്ച് ആലോചിച്ചു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പലർക്കും വീണ് പരിക്കേൽക്കുന്നുണ്ട്, അതിനൊരു പ്രതിവിധി ഉണ്ടാക്കണം. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു, ഈ നാട്ടുകാർ അവിടെ ഒരു ചെറിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിയിരുന്ന് ആളുകളൊക്കെ ഉപദേശിക്കുന്ന ചുറ്റുപാടിലൊക്കെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചാളുകൾ കൂടി ആളുകൾ നിരന്തരം വന്നിങ്ങനെ വീഴുന്നു, പരിക്കേൽക്കുന്നു, എല്ല് പൊട്ടുന്നു, അങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ചാളുകൾ കൂടി അവിടെ ഇതിനു വേണ്ടി ഇവരെ ചികിത്സിക്കാനായി, അല്ലെങ്കിൽ ഈ പരിക്കേൽക്കുന്നവരെ ആശുപത്രിയിലേക്ക് എത്തിക്കണമല്ലോ, അതുവരെ അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ആ സ്ഥലത്ത് ഒരു കെട്ടിടമുണ്ടാക്കി കഴിഞ്ഞാൽ ഈ പരിക്കേറ്റ് വീഴുന്നവർക്ക് കാലുമിൽ എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കാനും ഒഴിഞ്ഞു കൊടുക്കാനും ഒക്കെയാണ് ഉപയോഗിച്ചത്. പിന്നെയും ആളുകൾ ഇത്തരത്തിൽ പഴം വാങ്ങുന്നതും അത് തിന്ന് അതിൻ്റെ തോല് എറിയുന്നതും തുടർന്നു കൊണ്ടേയിരുന്നു. അതോടൊപ്പം തന്നെ ആളുകൾക്ക് വീണ് പരിക്കേൽക്കുന്നതും തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ തുടർന്നപ്പോൾ ഈ കെട്ടിടത്തിൽ ഇവർക്കുള്ള ചികിത്സ കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കി. ചുരുക്കത്തിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ, മാസങ്ങൾ കൊണ്ട് തന്നെ ഈ കെട്ടിടം ഒരാശുപത്രിയായി വളർന്നു. ഈ ആശുപത്രിയായി വളർന്നപ്പോൾ പല നാടുകളിൽ നിന്നും ചികിത്സിക്കാൻ വേണ്ടി ആളുകൾ അവിടത്തേക്ക് വരാൻ തുടങ്ങി. കുറേ ഡോക്ടർമാർ വന്നു, കുറേ നേഴ്സുമാർ വന്നു. ഇവരൊക്കെ വന്നതോടുകൂടി അവിടെ ആളുകൾക്ക് വരാനുള്ള ബസ്സും വാഹനമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ ആ വഴി വലിയ 4 വരി പാതയും 8 വരി പാതയുമായ വലിയ റോഡുകളായിട്ട് മാറി. അങ്ങനെ ആശുപത്രിയിലേക്ക് നാനാ ദിക്കുകളിൽ നിന്നും ആളൊഴുകി. അവിടെ ഈ ദൂരത്തു നിന്ന് വരുന്നവർക്ക് താമസിക്കാനായി ലോഡ്ജുകളും ഹോട്ടലുകളും തുണിക്കടകളും മാളുകൾ വരെ വന്നു. വരുന്ന വണ്ടിക്കാർക്കെല്ലാമാണെങ്കിൽ ഇഷ്ടം പോലെ ജനം, ഡോക്ടർക്കാണെങ്കിൽ ഇഷ്ടം പോലെ രോഗികൾ, ആശുപത്രിയിൽ തിരക്കോട് തിരക്ക്, ആശുപത്രിക്ക് വേണ്ടി പണം മുടക്കിയവർക്കെല്ലാം ഇഷ്ടം പോലെ കാശ്, അതുപോലെ തന്നെ പലജാതി കടകൾ, അവിടെയൊക്കെ വരുന്ന വാഹനക്കാർക്കും വണ്ടിക്കാർക്കെല്ലാം ഇഷ്ടം പോലെ ഓട്ടം, ബസ്സിലൊക്കെ പൊരിഞ്ഞ തിരക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ആളുകൾ പിന്നെയും ആ കടയിൽ നിന്ന് പഴം വാങ്ങി അതിൻ്റെ തോല് റോഡിലേക്ക് എറിയുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് ആളുകൾ വീണ് പരിക്കേൽക്കുന്നതിനും യാതൊരു കുറവുമുണ്ടായില്ല. അതോടൊപ്പം തന്നെ ചില പഴത്തൊലികൾ
ഇങ്ങനെ പുഴുക്കളും ഈച്ചകളും ഒക്കെ ആർക്കാൻ തുടങ്ങി. കൊതുക് വന്നെത്തി. അതോടുകൂടി ഡെങ്കിപ്പനി, അതുപോലെ തന്നെ പല ജാതി വൈറൽ ഫീവറുകൾ, മറ്റുള്ള രോഗങ്ങളൊക്കെ ആൾക്കാർക്ക് വരാൻ തുടങ്ങിയതോടുകൂടി ആ ഗ്രാമം വലിയ ടൗണായി, നഗരമായി മാറി. എന്നിട്ടും ആളുകളുടെ വീഴലിന് കുറവുണ്ടോ? പക്ഷേ ആ നാട്ടുകാർക്ക് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ബോധ്യം വന്നു. ഇവിടെ ഇത്ര വലിയ ആശുപത്രിയും ടൗണും വികസനവും ഇതൊക്കെ ഉണ്ടായിട്ടും ആളുകളുടെ വീഴലിന് കുറവുമില്ല, പരിക്കേൽക്കുന്നതിന് കുറവില്ല. ഇതെന്തുകൊണ്ടായിരിക്കാമെന്ന് അവർ യോഗം ചേർന്ന് ആ നാട്ടുകാർ ആലോചിച്ചു. അപ്പം ഇവർക്ക് അപ്പോഴാണ് ഇങ്ങനെ പറ്റുന്നതിൻ്റെ യഥാർത്ഥ സ്ഥിതി ബോധ്യം വരുന്നത്. എന്താ കാരണം? അവരിൽ കുറച്ച് ആളുകൾ പറഞ്ഞു, ഈ പഴക്കടക്കാരൻ്റെ കടയിൽ നിന്ന് പഴം വാങ്ങി ആളുകൾ ഇതിൻ്റെ തോല് റോഡിലേക്ക് എറിയുന്നത് കൊണ്ടാണ് ആളുകൾ വഴുതി വീഴുന്നത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വേസ്റ്റ് കൊട്ട വെക്കാം. ഈ കൊട്ട വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ അതിലേക്ക് ഇട്ടോളും. അപ്പോൾ ആരും തടഞ്ഞ് വീഴൂല, പരിക്കേൽക്കൂല. അതുപോലെ അവിടെ നമുക്കൊരു ബോർഡും സ്ഥാപിക്കാം. ഇനി മുതൽ മാലിന്യങ്ങൾ ഈ കൊട്ടയിൽ മാത്രം ഇട്ടേക്കണം എന്നും പറഞ്ഞൊരു ബോർഡും വെക്കാൻ ആ നാട്ടുകാർ തീരുമാനിച്ചു. അങ്ങനെ ബോർഡും വെച്ചു, അതുപോലെ തന്നെ ഒരു കൊട്ടയും വെച്ചു. അതോടെ കടയിൽ നിന്ന് ഈ പഴം വാങ്ങുന്ന ആളുകൾ പഴം കഴിച്ച ശേഷം അതിൻ്റെ തോല് ഈ കൊട്ടയിലേക്ക് ഇടാൻ തുടങ്ങി. കൊട്ടയിലേക്ക് ഇടാൻ തുടങ്ങിയതോടുകൂടി പിന്നെ ആൾക്കാരും വഴുതി വീഴുന്നില്ല, പരിക്ക് പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ കൊട്ടയിലെ വേസ്റ്റുകളും മാലിന്യങ്ങളെല്ലാം അന്നന്ന് കൊണ്ടുപോയിട്ട് ഇവർ നശിപ്പിച്ച് കളയുന്നത് കൊണ്ട് രോഗങ്ങളും കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? ആശുപത്രിയിൽ രോഗികളില്ലാതായി. ആശുപത്രിയിൽ രോഗികളില്ലാതായപ്പോഴോ ഈ കടയിലും മാളുകളിലും ഒന്നും തന്നെ തിരക്കില്ല, അവർക്കൊന്നും കച്ചവടം നടക്കാതായി. വണ്ടിക്കാർക്കും ബസ്സുകാർക്കൊക്കെ ഓട്ടത്തിന് ആളുകൾ കയറിയാലല്ലേ അവർക്ക് കാശ് കിട്ടുള്ളൂ, ആരും കയറാതായി. അങ്ങനെ വന്നപ്പോൾ ആകെ പ്രശ്നമായി. എല്ലായിടത്തിനും കച്ചവടം ക്രമേണ കുറയാൻ തുടങ്ങിയപ്പോൾ ഇവരൊക്കെ ആകെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. എന്തേ? ഈ മാലിന്യങ്ങൾ റോഡിൽ വീഴാതെ ഈ ബോർഡും ഈ വേസ്റ്റ് കൊട്ടയുമാണ് നമുക്ക് കച്ചവടം കുറക്കുന്നത്, അതുകൊണ്ട് അതെടുത്ത് മാറ്റണം എന്ന രൂപത്തിൽ പലരും സമരത്തിനിറങ്ങി. അതോടെ സർക്കാരും ഇവർ സമ്മർദ്ദം ചെലുത്തി. സർക്കാർ ഇതിനെതിരെ, അതായത് ഈ പണക്കാരായ ഇതിനു വേണ്ടി സാമ്പത്തികം നേടിയെടുക്കുന്ന ആളുകളുടെ പക്ഷം ചേർന്നുകൊണ്ട് സർക്കാരും ഓർഡിനൻസ് ഇറക്കി. അങ്ങനെ വേസ്റ്റ് കൊട്ട വെക്കാൻ പാടില്ല, അങ്ങനെ ഒരു ബോർഡ് വെക്കാൻ പാടില്ല. അങ്ങനെയുള്ള കൊട്ട വെച്ച് കഴിഞ്ഞാൽ ആ പഴത്തൊലിയിൽ ഈച്ചയും പ്രാണികളൊക്കെ വന്നിട്ട് അവർ രോഗം പരത്തും. അതുകൊണ്ട് ആ ബോർഡും കൊട്ടയും അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഓർഡിനൻസ് ഇറക്കി. അത് കണ്ടപ്പോഴോ കുറേ പത്രക്കാരും ടി വിക്കാരൊക്കെ അത് ശരിയാവില്ല, ആ ബോർഡ് അവിടുന്ന് നീക്കിയാൽ പിന്നെ ആ ബോർഡ് വെച്ചതോടുകൂടെയാണ് ഈ രോഗം കുറയുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ പക്ഷത്ത് നിന്നിട്ട് വാർത്തകൾ എഴുതാൻ തുടങ്ങി. ചിലരൊക്കെ അതിൻ്റെ വീഡിയോകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോൾ സർക്കാർ എന്ത് ചെയ്ത്? അവരെയും സ്വാധീനിച്ചു, ഈ മാധ്യമങ്ങളെയും സ്വാധീനിച്ചു. പിന്നെ വലിയ വലിയ മോഡലുകളും സംരംഭകരൊക്കെ വന്ന് ഈ പത്രക്കാരെ എഴുതാൻ തുടങ്ങി. ഈ കൊട്ട ഇവിടെ പാടില്ല, ഈ ബോർഡ് ഇവിടെ പാടില്ല, അത് നീക്കണം, ഈ ജനങ്ങൾ പഴത്തൊലി റോഡിലേക്ക് തന്നെ വലിച്ചെറിയണം, അതാണ് ആരോഗ്യത്തിന് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ചില സിനിമാ നടന്മാരെയൊക്കെ കൊണ്ടുവന്ന് അവർ കടയിൽ നിന്ന് പഴം വാങ്ങി ആ പഴം തിന്ന ശേഷം ആ തോല് റോഡിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. അതിൻ്റെ ദൃശ്യങ്ങൾ ഈ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ വന്നു. അതോടെ ജനങ്ങൾക്കൊരു പൊതുബോധം ഉണ്ടായി. എന്ത്? നമ്മൾ തിന്നുന്ന പഴത്തിൻ്റെ തോല് റോട്ടിലേക്ക് തന്നെയാണ് എറിയേണ്ടത് എന്ന ഉദ്ദേശം ഉണ്ടായി. അതോടെ പിന്നെയും ആളുകൾ പഴത്തൊലി റോട്ടിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. അതോടെ പിന്നെയും പണ്ടത്തെ പോലെ ആളുകൾ വീഴാനും എല്ല് പൊട്ടാനും രോഗം വരാനും തുടങ്ങി. അതോടെ എല്ലാവർക്കും കച്ചവടക്കാരുടെ കച്ചവടം കൂടാൻ തുടങ്ങി. ആശുപത്രിയിൽ തിരക്ക് വർദ്ധിച്ചു,
പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. അന്നും നമ്മുടെ പെട്ടിക്കടക്കാരൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അയാൾക്ക് സർക്കാർ കൊടുത്ത ആനുകൂല്യം എന്താണെന്നറിയോ? ഏറ്റവും മികച്ച സംരംഭകൻ എന്ന പേരിൽ അയാൾക്കൊരു അവാർഡും കൊടുത്ത് സർക്കാർ ആദരിച്ചു. കൂട്ടുകാരെ, വലിയവരെ, ഇതല്ലേ ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതൊരു കഥയാണെങ്കിലും നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ കഥ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നന്ദി, നമസ്കാരം.